ദൈവം എന്നാ ചെയ്യുന്നു? കർത്താവ് പറഞ്ഞു, ആമേ പ്രവാചകൻ പറയുന്നത് എവിടാ വീണേ കാണിച്ചു കൊടുത്താൽ മതി. കോൽവെട്ടി അവിടേക്ക് ഇട്ടു, ആ ഇരുമ്പ് കഷ്ണം പൊങ്ങി വരിക. സ്തോത്രം. ആമേ 2026 എന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി മാറ്റും. എവിടെയാണോ വീഴ്ച സംഭവിച്ചത് അവിടെ നിന്ന് ഒരു അത്ഭുതം നീ കാണാൻ പോവില്ല. എവിടെയാണോ നീ താഴ്ച അനുഭവിച്ചത്, എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, അവിടെ ദൈവത്തിന്റെ മാന്യത വെളിപ്പെടുന്ന വർഷമാക്കി 2026 മാറ്റാൻ പോവുക. ഇപ്പോൾ എത്ര പേർ കേൾക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം ആമേ അതിശയങ്ങളുടെ ദൈവമാണെന്ന് നമുക്ക് ഇന്ന് പകലിൽ ഏറ്റെടുക്കാം. സ്തോത്രം. ആമേ ഒരു ദൂത് കൂടെ ജോർദാനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ആമേ ജോർദാന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ആമേ സ്തോത്രം, കർത്താവ് പറയുന്നത് കർത്താവ് ജോർദാനിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആമേ ഇന്ന് പോലെ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഈ പഴയ നിയമത്തില് പുരോഹിതന്മാർ പെട്ടകവും എടുത്ത് ജോർദാനിൽ ഇറങ്ങി നിന്നപ്പോൾ ജോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. സ്തോത്രം. ഇറങ്ങി നിൽക്കാൻ ചിലർ തയ്യാറാകണം. ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ സഭയിൽ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തോടൊപ്പം ഇറങ്ങി നിൽക്കാൻ തയ്യാറാകണം. അവരോടൊപ്പം ഇറങ്ങി നിൽക്കാൻ തയ്യാറാകണം. സ്തോത്രം. എങ്ങനെ ഇറങ്ങി നിൽക്കണം? പ്രാർത്ഥനയിൽ ഇറങ്ങി നിൽക്കണം. ഞാൻ ഓർത്ത് പിടിച്ചിട്ട് പറയണം, ഞാൻ കൂടുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാന്ന് പറയണം. ഓ ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങള് കുടുംബമായിട്ട് ഒരാളെ കാണാൻ പോയി. അത് ഭയങ്കര രോഗിയുടെ വീട്ടിലാണ് ചെന്നേ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആ രോഗിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടൊരു ഭയങ്കര കാര്യം പറഞ്ഞു, പരാജയത്തിന്റെ വാക്ക്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു രോഗി ഉണ്ടായിരുന്നു, 3 മാസത്തിനകത്ത് ബടിയായിപ്പോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, ഇനി മേലെ അങ്ങനെ പറഞ്ഞേക്കല്ലേ. സ്തോത്രം. എന്നാന്നറിയാവോ അതിന്റെ അർത്ഥം? സ്തോത്രം. ഇതൊക്കെ ശുശ്രൂഷയെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. സ്തോത്രം. നമ്മൾ കൈ കൊടുക്കുന്നവരായി മാറുക. ഇതോടെ തീരുന്ന ആളല്ല, നമ്മൾ ജീവിക്കാൻ പോകും. മെഡിക്കൽ സയൻസ് ചിലപ്പോൾ നിനക്കൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കാം, ഇന്ന വർഷം തീരുമെന്ന്. പക്ഷെ കർത്താവ് പറയുന്നു, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ശുശ്രൂഷ തയ്ക്കാതെ നീ വഴിയാവത്തില്ല, നീ ചാവത്തില്ല. കാരണം ഞങ്ങളുടെ കൂടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്ന പ്രവാചകൻ പറയുന്നത്, വാഗ്ദത്തവും ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ സൂപ്പർവാസ് നിന്റെ തലയിൽ കൂടെ കയറിപ്പോയാലും വെള്ളിയടി വെട്ടിയാലും നീ ചത്തുപോകത്തില്ലെന്ന് എന്റെ കൂടെ ഉള്ള ഒരു പ്രവാചകൻ പറയാറുണ്ടായിരുന്നു. ഇതുപോലെ കേട്ടോ സ്വതന്ത്രം. ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം, ദൈവത്തിന്റെ പ്ലാൻ വാഗ്ദത്തം നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കിടക്കുന്നിടത്തോളം കാലം, അത് നിവൃത്തിയായി അത് കണ്ട് അത് അനുഭവിച്ച് ദൈവത്തിന്റെ സമയത്തെ നീ എടുക്കപ്പെടത്തുള്ളൂ. ഇപ്പൊ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ അവൻ ഈ പകലിൽ ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഇസ്രായേലേ, ഏലിയാവിന്റെ തലയെടുക്കാൻ നീ വിചാരിച്ചാൽ ദൈവം വിചാരിച്ചേക്കുന്നത് ഉടലോടെ സ്വർഗത്തിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ അഗ്നിയശ്വങ്ങളും അഗ്നിരഥങ്ങളും ഒരുക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ ഈ പകലിൽ എത്ര പേർ കേൾക്കുന്നുണ്ട്? ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ നിനക്ക് വിരോധമായി വന്നാൽ, അവൻ പിശാചിന്റെ നരകത്തിന്റെ നിയമങ്ങൾ നിനക്കെതിരെ വന്നാൽ, അവൻ ഈ പകലിൽ കഴുത്തിന് മുകളിൽ നിന്റെ തല കാണത്തില്ലെന്ന് പ്രവാചക നിന്നെ നോക്കി പറഞ്ഞാൽ, സ്വർഗം പറയുന്നു ഉടലോടെ നിന്നെ സ്വർഗത്തിലേക്ക് എടുക്കാൻ ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ അത് അങ്ങനെ നടക്കത്തുള്ളൂ. യോർദാന് അനേക വർഷങ്ങളായി ദൈവജനത്തെ പ്രതിസന്ധിയിലേക്ക് നടത്തിയ ഒരു യോർദാന്. ഈ വൻകാട്ടിൽ സിംഹമുണ്ടെന്ന് വചനത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ നടുവിൽ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇതിലും ഞാൻ നടത്താൻ ശക്തനാണ്, ഇതിലും ഞാൻ നടത്തും. ഈ യോർദാന്റെ അനുഭവത്തിൽ കർത്താവ് ഇതിനെ ഫേസ് ചെയ്ത് കയറിയ ഒരാളാണ്. സ്നാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, യോഹന്നാനിൽ സ്നാനപ്പെടാൻ ഇറങ്ങുമ്പോൾ യോർദാനിലേക്ക് ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ട് കയറിയ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി, കാലഘട്ടങ്ങളായി പ്രവാചകന്മാരെയും ദൈവമക്കളെയും ഒതുക്കിയ യോർദാനെ യേശു കർത്താവ് ഫേസ് ചെയ്ത് കയറിയിട്ട് പറഞ്ഞു, എനിക്കിത് ജയിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്കും ഇത് ജയിക്കാൻ പറ്റും. കേൾക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.